ഹായ് ഫ്രണ്ട്സ്, കുറേ നാളേക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വ്ളോഗ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇന്നത് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ അടുത്തൊരു സുഹൃത്തും അതുപോലെ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ മരിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു മരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മരണം എന്നത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണല്ലേ. ജനിച്ച ഏതൊരു വസ്തുവിനും മരണം സുനിശ്ചിതമായിരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ സന്തത സഹചാരിയായിട്ട് മരണവും ഉണ്ടാവും അല്ലേ. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരി നമ്മളിലേക്ക് പ്രവേശിക്കാം. അത് ഏത് വിധേനയാണെന്ന് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോകണം എന്നുള്ളത്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കാതെ, മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പല പല മായികമായിട്ടുള്ള പല കൺകെട്ടുകളിൽ നമ്മൾ പെട്ടുപോവാണല്ലേ. പക്ഷെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മ അത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിൻ്റെ ഫലം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. നമുക്ക് ചുറ്റിനും ഇന്ന് എല്ലാവരും ഉണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്തും നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മളുടെ കർമ്മം മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളും മറ്റുള്ളവരെ എന്തോരം വേദനിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരമാവധി അസത്യം പറയാതെ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ, ഒരു പുഞ്ചിരിയെങ്കിൽ ഒരു ചെറിയൊരു പുഞ്ചിരി നമുക്ക് മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിധന്യമായിരിക്കും അല്ലേ. ഇന്നെനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിച്ചത് എന്താണെന്ന് വെച്ചാൽ, വളരെ അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ വളരെ അടുത്തൊരു ബന്ധു വളരെ ചെറുപ്പമാണ്, അപ്പം ഇന്ന് മരണപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ ഒരു മരണമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാവാണല്ലേ. വളരെ ചെറുപ്പമാണ്, ഇനിയും അവർക്ക് ജീവിച്ച് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇനിയും ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. അവരുടെ കുട്ടികൾ, ഭാര്യ, അമ്മ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരൊക്കെ നോക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവരിവിടുന്ന് പോണത്. പക്ഷേ ഒരു മകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്ഥാനത്തിന് വേറൊരാളെയും പ്രതിഷ്ഠിക്കാൻ നമുക്ക് പറ്റില്ല. ആ പോയ വ്യക്തികൾ എപ്പോഴും പോയത് തന്നെയാണ്. നമുക്കതൊരു വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അല്ലേ. ഈ ബന്ധുക്കൾക്ക് ഭയങ്കര വലിയൊരു നഷ്ടം തന്നെയാണ്, നികത്താനാവാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനും ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അമ്മയും അച്ഛനില്ലാത്ത വിഷമം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ആയിരിക്കും ഓരോരുത്തരും ഫീലിങ്സ്, എന്തായിരിക്കും ഓരോ വ്യക്തികളും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു വിഷമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് ഓരോ വ്യക്തികളും അനുഭവിച്ചിരിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സൽപ്രവൃത്തികളിലൂടെ മുന്നേറുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു പുഞ്ചിരി ആയാലും മറ്റുള്ളവർക്ക് വേദനിക്കുന്നവരുടെ അടുത്ത് നമ്മളൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചാൽ പോലും അവർക്ക് ചിലപ്പോൾ അതൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു വാക്ക് അല്ലേ, ചില ആളുകൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കും, നമ്മളുടെ ഒരു നല്ലൊരു വാക്ക് അവരെ അതിൽ നിന്ന് ഉണർത്തും. അവർക്ക് വേറൊരു പുതിയൊരു ജീവിതം കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പൈസയുള്ള ആളുകളാണെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് സഹായിക്കാം. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലേ. അതൊക്കെ ചെയ്ത് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ധനികരാവിടും. ഏറ്റവും വലിയ ധനികര് ഈ സൽപ്രവൃത്തികളോടെ നമ്മൾ ധനികരായി മാറുകയാണ് ചെയ്യുന്നത്. കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിച്ച് അറിഞ്ഞ് അത്രയും സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളോട് കള്ളം പറയുക, അതുപോലെ തന്നെ നമ്മളെ തള്ളിപ്പറയുക, നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അധ്യായം തന്നെയാണല്ലേ അത്. പക്ഷെ അവിടെയും നമ്മൾ എല്ലാവർക്കും മാപ്പ് കൊടുത്ത് എല്ലാവരോടും ക്ഷമിച്ച് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കി നമ്മൾ നീങ്ങുകയാണെങ്കിൽ അവിടെയും ഈശ്വര സാന്നിധ്യം ഉണ്ടാവും. അവിടെയും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ മുന്നേറാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.